നസറിനെയും തന്നെയും ചേർത്ത് ആദേശ് മോശമായി സംസാരിച്ചപ്പോ മെർസനും അവന്റെ മുഖത്തടിച്ചിട്ട് പറയും, ഇതുപോലൊരു മറുപടി മതിയോ നിനക്ക്? അപ്പോ ആദേശും മെർസന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ അനങ്ങാൻ സമ്മതിക്കാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുമ്പോ മെർജാനും അവന്റെ കൈതട്ടി മാറ്റിയിട്ട് പറയും, ഇറങ്ങിപ്പോ പുറത്തേക്ക്, എനിക്ക് നിന്നെ കാണുന്നതേ വെറുപ്പാണ്. അത് കേട്ട ആദേശും അവന്റെ ആ ദേഷ്യം മുഴുവൻ അവിടെ കിടന്നൊരു ടേബിളിന്മേൽ അടിച്ചു തീർത്തിട്ട് വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. ഈ ഒരു സമയത്ത് മെർജാനും ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. മാനസിക നില ആകെ തെറ്റിപ്പോയ മെർജാനും ആദേശ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് വേദനിച്ച് കരയുന്ന സമയത്താണ് ഡെമറ്റും അവളെ വിളിക്കുന്നത്. എന്നിട്ട് അവളും ചോദിക്കും, ഞാൻ അയച്ച ബൊക്കെ നിനക്ക് കിട്ടിയോ എന്ന്. അപ്പൊ മെർജാന് കരഞ്ഞുകൊണ്ട് എനിക്കത് കിട്ടിയെന്ന് പറയുമ്പോ ഡെമറ്റ് അവളോട് ചോദിക്കും, എന്തു പറ്റിയെന്ന്. മെർജാനും അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഡെമറ്റിനോട് പറയുമ്പോ അവളും പറയും, ഞാൻ അങ്ങനെ ഒരു നോട്ട് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ മെർജാനും ചോദിക്കും, അത് പിന്നെ ആരായിരിക്കും എഴുതിയത്? അത് കേട്ട് ഡെമറ്റും ചോദിക്കും, അതാരാണെന്നാണ് നിനക്ക് തോന്നുന്നത്? അതാരാണെന്ന് മനസ്സിലായ മെർജാനും ഡെമറ്റിനോട് പറയും, അവർ എന്നോട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരതയ്ക്കൊന്നും ഒരവസാനവും ഉണ്ടാകില്ല. അത് കേട്ട് ഡെമറ്റും, നീ ക്ഷമിക്കും മെർജാൻ എന്ന് പറയുമ്പോ അവളും പറയും, ഇനി ഞാൻ ക്ഷമിക്കില്ല. ഇത്രയും നാളും എല്ലാം ക്ഷമിച്ചു നിന്നിട്ടും എനിക്കെല്ലാം നഷ്ടപ്പെടുകയല്ലേ ഉണ്ടായത്. എന്റെ ലൈഫും എന്റെ കരിയറും എന്റെ ഫ്രീഡവും വരെ ഒന്ന് നിവർന്നു നിൽക്കാനുള്ള സ്ട്രെങ്ത് പോലും എനിക്കിപ്പോഴില്ല എന്ന് പറഞ്ഞിട്ട് മെർജാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം അവിടേക്ക് വന്ന ജമാലും ആന്റിയോട് ചോദിക്കും, ഇവിടെ എന്തായിരുന്നു പ്രശ്നമെന്ന്. അപ്പോ ആന്റിയും പറയും, ഒന്നും പറയണ്ട, ആദേശ് ഈ വീട് തലകീഴാക്കി മറിച്ചു വെച്ചു. ഈ വീട് മുഴുവൻ ഞെട്ടിയിട്ടുണ്ടാകും, അത്രയ്ക്ക് ഒച്ചപ്പാടായിരുന്നു അവൻ. പക്ഷെ അവനെ കുറ്റം പറയാനും പറ്റില്ല, അതേപോലെയൊക്കെ ചെയ്ത് മനഃപൂർവ്വം അവനെ ദേഷ്യം പിടിപ്പിക്കുന്നതല്ലേ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ജമാൽ എന്ന് ആന്റിയും ചോദിക്കുമ്പോ അവനും പറയും, അതാരാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് അവനും വേഗം തന്നെ അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയാണ്. മെർജാനോട് വഴക്കിട്ടിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയ അവൻ എവിടേക്കെന്നില്ലാതെ നല്ല സ്പീഡിൽ ബൈക്ക് ഓടിച്ചു പോവുകയാണ്. ഈ ഒരു സമയത്തെല്ലാം മെർജാൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവന്റെ മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവിടുത്തെ സ്റ്റാഫും അത്രയും നേരം അവിടെ ഇല്ലാതിരുന്ന അവളുടെ അമ്മയെ കാണുമ്പോ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഇവിടെ ആദേശും മെർജാനും തമ്മിൽ കുറച്ചു മുന്നേ വലിയൊരു വഴക്ക് നടന്നിരുന്നു. പക്ഷെ അതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. വഴക്ക് കഴിഞ്ഞപ്പോ ആദേശം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കേട്ടിട്ട് അവളുടെ അമ്മയും ചിരിച്ചുകൊണ്ട് പറയും, ഏറ്റവും അധികം സ്നേഹിക്കാൻ പോകുന്നവർ തമ്മില് ആദ്യമേ തന്നെ ഭയങ്കര ശത്രുതയിലായിരിക്കും. ഇപ്പൊ അസ്ലിയും ഇതേപോലെയൊക്കെ നടക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞിട്ട് വളരെ ടെൻഷനോടെ അവിടെ നിൽക്കുന്നത് കാണുമ്പോ ജമാലും അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നിനക്കിതെന്താ പറ്റിയത്, എന്തിനാ ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുമ്പോ അവളും പറയും, എനിക്ക് ഈ വീടും ഈ വീട്ടിലുള്ള ആരെയും ഇഷ്ടമല്ല, നമ്മൾ എന്തിനാണ് ജമാൽ ഇവിടേക്ക് വന്നത് എന്ന് അവള് ചോദിക്കുമ്പോ ജമാലും പറയും, അത് നിനക്കും അറിയാലോ, ഇവരെ നശിപ്പിക്കാനാണെന്ന്. അപ്പൊ അസ്ലിയും പറയും, എന്നിട്ട് നശിക്കുന്നത് ഞാനല്ലേ, എനിക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടത്. അവർ രണ്ടുപേരും ഇതേപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫായി ജീവിക്കുന്നതും പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതും എല്ലാം കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ജമാൽ. ഇതൊരു വല്ലാത്ത ടോർച്ചറിങ് തന്നെയാണെന്ന് പറഞ്ഞ് അസ്ലിയും ദേഷ്യപ്പെടുമ്പോ ജമാലും അവന്റെ മനസ്സിൽ പറയുന്നുണ്ടാകും, അത് ഏറ്റവും നന്നായിട്ട് എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ടെന്ന്. അസ്ലിയും ജമാലിനോട് പറയും, നീ ആദേശിനെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം, മെർജാൻ നമ്മുടെ ശത്രുവാണെന്ന കാര്യം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവളെ ഡിവോഴ്സും ചെയ്യേണ്ടതാണ്. അപ്പോ പിന്നെ ഇതേപോലെ അവളുടെ പിന്നാലെ നടന്ന് നമ്മുടെ ഫാമിലിയെ തന്നെ വേദനിപ്പിക്കരുതെന്ന് നീ അവനോട് പറയണം. അപ്പോ ജമാലും പറയും, ആദേശിന് അവന്റേതായ ശരികളുണ്ട്, അത് മാത്രമേ അവൻ ചെയ്യൂ. അത് കേട്ട് അസ്ലിയും അവനോട് പറയും, ഒരിക്കൽ നിനക്ക് മനസ്സിലാകും ജമാൽ, ഞാൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന്. ഇപ്പൊ രാത്രിയായിട്ടുണ്ടാകും. ആദേശം വീട്ടിലേക്ക് തിരിച്ചു പോകാതെ മെർജാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അവിടെ തന്നെ നിൽക്കുമ്പോ മെർജാനും വീട്ടില് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയാതെ ആദേശുമായി നടന്ന വഴക്കിനെയൊക്കെ പറ്റി ചിന്തിച്ച് ഒരുപാട് വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ മെർജാനും ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരുമ്പോ അവളുടെ മുന്നിലേക്ക് വന്ന സ്റ്റാഫിനെ കണ്ടിട്ട് അവള് ചോദിക്കും, ഇന്നലെ നീയായിരുന്നു ആ ഫ്ലവർ ബൊക്കെ എന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചത്? അപ്പോ അവളും പറയും, അത് ഞാനായിരുന്നില്ല, സെഹ്റയായിരുന്നു ഫ്ലവർ റിസീവ് ചെയ്തത്. ആ ഒരു സമയത്ത് ആന്റിയും അസ്ലിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ജമാലും ആദേശിനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് മെർജാന്റെ അടുത്തേക്ക് വരുന്നത്. ഇന്നലെ മുതൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് മെർജാൻ പറയുമ്പോ അപ്പോ ആദേശ് ഇന്നലെ രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലേ എന്ന് ജമാലും ചോദിക്കുകയാണ്. അപ്പൊ മെർജാൻ പറയും, ഇല്ല, ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരരുത് എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവളും അവിടെ നിന്ന് പോകും. അപ്പൊ ജമാലും ആദേശിനെ വിളിച്ചിട്ട്, നീ എന്താണ് ആരോട് പറയാതെ പോയതെന്ന് ചോദിക്കുമ്പോ ആദേശും അവനോട് പറയും, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണമായിരുന്നു എന്ന്.
അപ്പൊ ജമാലും മെർസൻ ഓഫീസിലേക്ക് പോകാൻ പോകുന്ന കാര്യം അവനോട് പറയും. ഉടനെ തന്നെ ആദേശും അവിടെ നിന്ന് പോരുകയാണ്. ഇപ്പൊ നസീറും മെർസനെ കൊണ്ടുപോകാൻ വേണ്ടി അവിടേക്ക് വന്നിട്ടുണ്ടാകും. ഇതെല്ലാം കണ്ട് ആന്റിയും അവിടെ നോക്കി നിൽക്കുമ്പോ മെർജാന്റെ അമ്മ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഇനി അടുത്തതായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന്. അപ്പൊ ആന്റിയും പറയും, നിങ്ങൾ ഒരു അമ്മയാണോ, ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്? വിവാഹം കഴിഞ്ഞൊരു പെണ്ണ് എങ്ങനെ ജീവിക്കണമെന്ന് ആദ്യം മോളെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്ക്. ഏതോ ഒരുത്തൻ അവളെ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ ഒരു നാണവുമില്ലാതെ അവളെ അവന്റെ കൂടെ പറഞ്ഞും വിടുന്നു. ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്ക് എന്ന് പറഞ്ഞിട്ട് ആന്റിയും അകത്തേക്ക് പോകും. അങ്ങനെ മെർജനെ കൊണ്ടുപോകുന്ന വഴിക്ക് നസീറും അവളോട് ചോദിക്കും, നമ്മളുടെ ഈ പ്രൊജക്ടിനെ പറ്റി നിനക്ക് വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന്. പക്ഷെ മെർജൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സ് മുഴുവൻ ആദേശമായി നടന്ന വഴക്കിന്റെ കാര്യങ്ങളായിരുന്നു. മെർജൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ നസീർ വീണ്ടും ഇതേപ്പറ്റി ചോദിക്കുമ്പോ മെർജനും ഉണ്ടെന്ന് പറയും. പക്ഷെ മെർജന്റെ ആ ഒരു മുഖഭാവം കണ്ടിട്ട് നസീർ വീണ്ടും അവളോട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആദിഷ് നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്ന്. അപ്പൊ മെർജാന് പറയും, ആ ഒരു ടോപ്പിക് നമുക്കിപ്പോ വിടാം. നമ്മളിപ്പോ നമ്മുടെ പുതിയ പ്രൊജക്ടിനെ പറ്റി മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എല്ലാം നിന്റെ ഇഷ്ടം പോലെ എന്ന് നസീറും പറയുന്ന സമയത്താണ് ഇവരെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആദിഷും അവിടേക്ക് വരുന്നത്. എന്നിട്ട് നേരെ മെർജാന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ നസീറിന്റെ കാറിൽ നിന്നും വലിച്ചു പുറത്തേക്ക് ഇറക്കും. അത് കണ്ട് നസീറും ദേഷ്യത്തോടെ നീ എന്താടേ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആദിഷിനെ അടിക്കാൻ വേണ്ടി വരുമ്പോ ഇന്നലത്തെ ദേഷ്യം മുഴുവൻ മനസ്സിലുണ്ടായിരുന്ന ആദിഷ് നസീറിന്റെ മുഖത്തിനടിച്ചിട്ട് പറയും, എന്ത് ധൈര്യത്തിലാണ് നീ അതേപോലൊരു ലെറ്റർ എഴുതിയ ഫ്ലവർ ബൊക്കെ എന്റെ ഭാര്യയ്ക്ക് കൊടുത്തത്? ഇതും പറഞ്ഞിട്ട് ആദിഷ് വീണ്ടും വീണ്ടും നസറിനെ അടിക്കുമ്പോ മെർജാനും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ തടയാൻ ശ്രമിക്കുമ്പോ ആദേശും പറയും, നീ മിണ്ടി പോകരുത്, ഇനി ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് നസറിനെ വീണ്ടും ഇടിക്കുമ്പോ മെർജാനും ആദേശിനെ തടഞ്ഞിട്ട് പറയും, എനിക്ക് ആ ഫ്ലവർ അയച്ചത് നസീർ അല്ല ഡെമിറ്റ് ആയിരുന്നു എന്ന്. അപ്പോ ആദേശും അടുത്ത കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് നസറിനെ അടിക്കുമ്പോ മെർജാനും അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചിട്ട് പറയും, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഡെമിറ്റ് തന്നെയാണ് എനിക്ക് ഫ്ലവർ അയച്ചത്. അപ്പോ ആദേശും അതിലുണ്ടായിരുന്ന ലെറ്ററോ എന്ന് ചോദിക്കുമ്പോ മെർജാനും പറയും, എനിക്കറിയില്ല, അതറിയണമെങ്കിൽ നീ പോയി നിന്റെ വീട്ടുകാരോട് ചോദിക്ക്. അത് കേൾക്കുമ്പോ തന്നെ ആദേശും നസറിനെ വലിച്ച് താഴേക്കിട്ടിട്ട് മെർജാനോട് ചോദിക്കും, നീ എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോ മെർജാനും ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോ അവർ ഒരിക്കലും അതേപോലെയൊന്നും ചെയ്യില്ല എന്ന് ആദേശും അവളോട് പറയും. മെർജാനും അവളുടെ കൈ ആദേശിന് നേരെ കാണിച്ചിട്ട് പറയും, നീ എന്താ പറഞ്ഞത്? അവരൊന്നും അങ്ങനെ ചെയ്യില്ല എന്നോ? അവർ ചെയ്തതിന്റെയൊക്കെ പാട് ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഇനിയിപ്പൊ ഞാൻ പറയുന്നത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല, മര്യാദക്ക് എന്റെ അടുത്തൊന്നും മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവളും നസറിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോ ആദേശും അവളെ നസറിന്റെ അടുത്തേക്ക് വിടാതെ അവിടെ നിന്നും വലിച്ചു കൊണ്ടുവരും. അപ്പൊ മെർജാനും ഒരുപാട് വിഷമത്തോടെ അവനോട് പറയും, ഈ ഒരു പ്രസന്റേഷൻ അതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് എന്തായാലും പോകണമെന്ന്. പക്ഷേ ആദേശ് അത് മൈൻഡ് പോലും ചെയ്യാതെ മെർജാനെ കാറിലേക്ക് കയറ്റാൻ നോക്കുമ്പോ അവളും നസീറിനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോ നസീറും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് നല്ല ദേഷ്യത്തോടെ പറയും, ഇതിനെല്ലാം ഞാൻ നിന്നോട് പകരം വീട്ടും ആദേശ്, പക്ഷെ അതിനെല്ലാം മുന്നേ മെർജാനെ ഞാൻ സ്വന്തമാക്കും. ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ ആദേശും മെർജാനോട് പറയും, ഞാൻ നിന്നോട് വീണ്ടും അവസാനമായിട്ട് പറയുകയാണ്, നസീറുമായിട്ടുള്ള എല്ലാ ബിസിനസ്സും നീ അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. അപ്പൊ മെർജാന് പറയും, അതിനെല്ലാം കാരണക്കാരൻ നീ മാത്രമാണെന്ന്. അത് കേട്ട് ആദേശും അവളോട് പറയും, വെറുതെ ഇതേപോലെയൊക്കെ സംസാരിച്ച് നിന്റെ എനർജിയും ടൈമും നീ വെറുതെ വേസ്റ്റ് ആക്കണ്ട, ഞാൻ എന്താണോ നിന്നോട് പറയുന്നത് അത് നീ കേട്ടാ മാത്രം മതി. അപ്പൊ മെർജാന് പറയും, കുറച്ചുകൂടെ കഴിയുമ്പോ നിന്നെ കാണണ്ടാത്തതും നിന്നെ കേൾക്കണ്ടാത്തതുമായ ദിവസങ്ങൾ വരുമല്ലോ, അതായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ. മെർജാന്റെ ഈ ഒരു സംസാരത്തില് ആദേശിനും അവളോട് മറുപടി പറയാനൊന്നും കഴിയില്ല. അങ്ങനെ മെർജാനും അവിടെ നിന്ന് പോയി കഴിയുമ്പോ ആദേശിന്റെ ഫാമിലിയും അവന്റെ അടുത്തേക്ക് വരും. അപ്പൊ അസ്ലിയും അവനോട് ചോദിക്കും, ഇന്നലെ രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു എന്ന്. പക്ഷെ ആദേശ് അതിനൊന്നും മറുപടി പറയാതെ അവരോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങളൊക്കെ ശരിക്കും എന്തിനു വേണ്ടിയാണ് ഞാൻ അറിയാതെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എന്റെ മാനസിക നില തന്നെ തെറ്റിക്കുന്ന ഇതേപോലത്തെ ചിന്തകളൊക്കെ എന്റെ തലയിലേക്ക് കയറ്റുമ്പോ നിങ്ങൾക്ക് വല്ല സന്തോഷവും കിട്ടുന്നുണ്ടോ? ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ആന്റിയും അവനോട് പറയും, ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ മാത്രമേ ഇതേവരെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവുമില്ല, കാരണം ഇവിടെ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇതിനിടയിൽ നിനക്ക് സമയം വലുത് കിട്ടുകയാണെങ്കിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ നീ ഒന്ന് ശ്രമിക്കണം. ഇതും പറഞ്ഞിട്ട് ആന്റിയും അവിടെ നിന്ന് പോകുമ്പോ ജമാലും ആദേശിനോട് ചോദിക്കും, ആന്റിയാണോ ആ ലെറ്റർ എഴുതിയതെന്ന്. അത് കേൾക്കുമ്പോ അസ്ലിയും ആദേശിനോട് പറയും, അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി, ഇനി എന്ത് ചെയ്താലും പറഞ്ഞാലും അതുകൊണ്ട് നിനക്ക് ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നസീർ ഇത് ചെയ്തു അത് ചെയ്തു എന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യം നീ ഇപ്പൊ പറയാറുണ്ടോ? അത് കേൾക്കുമ്പോ ആദേശും അവളോട് പറയും, വേണ്ട അസ്ലി,
ഇതിപ്പോ കുറെ നാളായി ഇതേപോലെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോ അസ്ലീം ദേഷ്യപ്പെട്ട് പറയും, അതിന് കാരണക്കാർ ഞാനോ അമ്മയോ അല്ല, നീ മാത്രമാണ്. അവൾ ഒരുത്തി കാരണം ഏത് സമയവും നീ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ആക്കാതെ വളരെ വിഷമത്തോടെ വേഗം തന്നെ അസ്ലി അവിടെ നിന്ന് പോകും. അപ്പോ ആദേശം ജമാലിനോട് പറയും, എനിക്കറിയില്ല ഇവരെന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത്. എന്തായാലും അവർ ഇനി ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ വീട്ടിലേക്ക് എത്തിയ മർജാനും ആദേശിന്റെ മുൻപിൽ തോൽക്കാൻ തയ്യാറാകാതെ നേരെ അവളുടെ PA ഫോൺ വിളിച്ചിട്ട് പറയും, ഞാൻ പറയുന്നതെല്ലാം നീ ശ്രദ്ധിച്ചു കേൾക്കണമെന്ന്. ഈ ഒരു സമയം ആദേശം ജമാലിനോട് പറയും, ഇന്നലത്തെ ആ ഒരു ദേഷ്യത്തില് എന്തൊക്കെയോ ഞാൻ ഒരുപാട് വിളിച്ചു പറഞ്ഞു. പക്ഷെ ഇന്ന് സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോ എനിക്കതിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ശരിക്കും ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ അത് അവൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ ജമാലും അവനോട് പറയും, അതിൽ മർജാനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല ആദേശ്, അവിടെ നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. നീ അവളെ ഓഫീസിലേക്ക് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുമ്പോ അതിനർത്ഥം നീ ഡയറക്റ്റ് ആയിട്ട് അവളെ ആന്റി പിടിച്ചേൽപ്പിക്കുന്നത് പോലെയല്ലേ. അപ്പോ അതിൽ നിന്നും രക്ഷപ്പെടാൻ അവളും ശ്രമിക്കും എന്ന് ജമാലും പറയുമ്പോഴാണ് ആദേശിനും ആ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. ഈ ഒരു ടൈമിലാണ് ജമാലിനും ഒരു കോള് വരുന്നത്. അപ്പോൾ അവനും വേഗം തന്നെ ആ ഒരു ന്യൂസ് ആദേശിന് കാണിച്ചു കൊടുക്കും. ഉടനെ തന്നെ മേർജന്റെ അടുത്തേക്ക് വന്ന ആദേശും, നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ അവളും പറയും, ഞാനല്ലല്ലോ നീയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് അവള് പ്രസിന് കൊടുത്ത ന്യൂസ് ആദേശിന് കാണിച്ചു കൊടുത്തിട്ട് പറയും, എന്റെയും നസീറിന്റെയും പുതിയ പ്രൊജക്ടിന്റെ ലോഞ്ചിങ് പാർട്ടി ഇന്നിവിടെ വെച്ച് നടക്കുന്നു. അത് സ്പോൺസർ ചെയ്യുന്നത് മറ്റാരുമല്ല, നീയാണ്. അത് കേട്ട ആദേശും വളരെ ദേഷ്യത്തോടെ മേർജനെ നോക്കുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ് ഡ്രാമ.